വെള്ളം രാവിലത്തെ കഴിച്ചോ? ഓക്കെ, വീട്ടിലുണ്ടാക്കി ബിരിയാണിയാണ്. പിന്നെ അല്ല, ഹാപ്പി അല്ലേ? ശരി, പോട്ടെന്നാ. ശരി. കുഴപ്പമില്ല, കുറച്ച് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ടാണ് ഈ വില. അതെ, അതുകൊണ്ട് വീടിൻ്റെ അവിടെ മാംസമായത്തിലൊക്കെ ഒരു കിലോ ബിരിയാണി എനിക്ക് 135 രൂപ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും 1.1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ. 1.2 1.1 ആയിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് പരിപാടി എന്താ വെച്ചാൽ അഭിനന്ദു പറയും കേട്ടോ. ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ചെക്കന് 1K അടിച്ച ആ ഒരു ഇതില് നമ്മള് എന്താണ് ഒന്നുകൂടി കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഓക്കെ, അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ റോഡ് വിശന്ന് കിടക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മള് ഫുഡ് കൊടുക്കാൻ പോണ്. ചെക്കനാണ് സ്പോൺസർ. അപ്പൊ നമ്മള് 1K അടിച്ചതിന്റെ ഇതില് നമ്മള് ഫുഡ് കൊടുക്കാൻ പോകണം. അപ്പൊ പാക്കിങ്ങിനെ വിളിച്ചാണ്. നമ്മുടെ എല്ലാ കണ്ടെയ്നേഴ്സും പാക്ക് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു കാർട്ടൂണിലേക്ക് ആക്കിയിട്ട് എല്ലാം കൂടിയിട്ട് സ്പോൺസർഡ് ബൈ റെയ്ഹാൻ. ഓക്കെ, അപ്പോൾ 10 രൂപൻ്റെ 11 കുപ്പി ഇന്നേരക്കുള്ള ഫുഡാണ്. നമുക്ക് എന്തായാലും അമ്മ വിശന്ന് ഇരിക്കണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് അവരിക്കന്നെ കൊടുത്തു പറഞ്ഞു. നമ്മളവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ആ അമ്മ ഫുഡൊന്നും വാങ്ങണ്ടായിരുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാന്നറിയില്ല, പേടിച്ചിട്ടായിരിക്കും. ആരെങ്കിലും കാര്യത്തിന് മുമ്പ് വല്ല ചീത്തയായ അനുഭവം ഉണ്ടായിരിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പോവാൻ നിൽക്കുമായിരുന്നു. അപ്പോഴൊരു അപ്പാപ്പ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് വന്നത്. നമുക്ക് ആദ്യം അവർക്ക് തന്നെ കൊടുക്കാം. നമ്മൾ എന്നിട്ട് എല്ലാവരും കൂടി അവിടെ നടന്ന് കോട്ടമൈതാനത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കാലിന് വീഴത്ത 2 അപ്പാപ്പന്മാർ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ ആദ്യം നമ്മൾ ഫുഡ് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആള് പറഞ്ഞു ഇതാ അപ്പുറത്തെ സൈഡിൽ 2-3 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അപ്പുറം പോയപ്പോൾ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ മകനിക്കും വേണം ഫുഡ്, ഇപ്പം തന്നെ വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഉള്ളിൽ പോയി നോക്കട്ടെ, ഇനി വേറെ ആരെങ്കിലും വിശന്നിരിക്കണ്ടാവുമോ എന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഉള്ളിപ്പോൾ ഇതാ ഈ 2 അപ്പാപ്പന്മാരോട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്താ അറിയില്ല, അവർ പണിയെടുക്കണതുകൊണ്ട്. പക്ഷെ അവർ ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കാനും തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തപ്പോൾ അപ്പുറത്ത് പണിയെടുക്കുന്ന ചേച്ചി വന്നോട്ടോ. അവർക്ക് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ടോ. അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ ആദ്യം കണ്ട അമ്മ പിന്നെയും വന്നതിന് മകന് ഫുഡ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരു പൊതിയും കൂടി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വയസ്സായ ആൾ വന്നിട്ട് ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അത് കുറേ നേരം ഫുഡ് വേണം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. രാവിലത്തെ കഴിച്ചോ? ഓക്കെ, വീട്ടിലുണ്ടാക്കി ബിരിയാണിയാണ്. പിന്നെ അല്ല, ഹാപ്പി അല്ലേ? ശരി, പോട്ടെന്നാ. നമ്മൾ ഇറങ്ങി മറ്റേ ആദ്യത്തെ ഒരു ചേച്ചി മാത്രമേ ഫുഡ് വേണ്ടാറുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഭയങ്കര വിശന്നറിഞ്ഞ് കിടക്കായിരുന്നു. സോ എല്ലാവരും ചോദിച്ച് വാങ്ങലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് നമ്മുടെ 10 കണ്ടെയ്നറും തീർന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത പരിപാടി നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? ചെയ്ത പരിപാടിയിൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊരിക്കലും
ഈ സെക്കൻഡ് വണ്ടി അടിച്ചു വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പേരിലുള്ള പരിപാടിയല്ല അല്ല. വണ്ടി അടിച്ചു ഓക്കെയാണ്, അതൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു, പ്ലസ് നമുക്കൊരു സന്തോഷം. വെറുതെ നാട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ വല്ല നല്ല പ്രവർത്തനം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു പ്രചോദനമായി എടുത്ത് നിങ്ങളും ഇതുപോലെ ഇറങ്ങുക. അത്യാവശ്യം വലിയ ചിലവൊന്നുമില്ല ഇതിന്. നമ്മൾ ചെയ്ത പ്രവൃത്തി കാരണം ഈ യുവതലമുറ ഒന്ന് പ്രചോദനം കൊണ്ടുവരാൻ അത്രയും എനിക്ക് പറയാൻ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത പരിപാടി കിടക്കാം. എൻ്റെ മനസ്സൊക്കെ തന്നെ ചാടി നിൽക്കുകയാണ്, സീനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ സമാധാനം പറയുന്നത് വീട്ടിൽ പോയി സുഖമായി. സോ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും എന്തായാലും നെഗറ്റീവ് കമൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളത് ഇഗ്നോർ ചെയ്യാം കേട്ടോ. നമ്മൾ നമ്മുടെ ഉള്ള ഒരു വഴി തന്നെ പോകാനുള്ള പ്ലാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.